ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തട്ടുകടയിലെ അതേ ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റുമായിട്ടാണ്, ഒരു നാടൻ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് 2 വലിയ ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇതാ നമ്മളെ ഉള്ളിയെല്ലാം ഇതാ നല്ല ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ കോരി മാറ്റി വെക്കാം. ഇത് ലാസ്റ്റേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ബാക്കി വന്ന ഓയിൽ കുറച്ചൊന്ന് മാറ്റിയതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ മതി. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട്, പിന്നെ നമുക്കിതിൽ ആവശ്യമുള്ളത് ചുവന്നുള്ളിയാണ്, കുഞ്ഞുള്ളി. അതൊരു 100-150 ഗ്രാമോളം, ഒരു 1.5 കപ്പോളം ഉണ്ട്. കുഞ്ഞുള്ളി മാത്രമേ ഇതിൽ ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ ഉള്ളിയിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനിയിപ്പോൾ ഇത് തക്കാളി ഒന്ന് കുക്കാകുന്ന വരെ വെയിറ്റ് ചെയ്യും. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഇത് തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത് ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റണം. എണ്ണ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ ഒരു പച്ചമണമെല്ലാം മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി പൊടിയിലോട്ട് മിക്സ് ചെയ്ത് വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി വഴറ്റണം, ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിൽ ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ 1-2 മിനിറ്റ് ആ ചിക്കനും ആ മസാലയെല്ലാം ഒന്ന് പിടിക്കണം. വീണ്ടും നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഇങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് ചൂടുവെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം വെക്കുക ചിക്കനെല്ലാം. പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അത് ഫുള്ളായിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതുണ്ടല്ലോ, ഫെന്നൽ സീഡ്, അതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കുരുമുളക് പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അവസാനം ഒരു പിടി കറിവേപ്പിലയും കൂടി ഇടുക. എല്ലാം ഒന്ന് ഇളക്കി 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. നല്ല അടിപൊളി നാടൻ ചിക്കൻ റോസ്റ്റ് നമ്മുടെ തട്ടുകടയിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.